മഞ്ജുഷ് പ്ലീസ്. ജയചന്ദ്രൻ സാർ എന്തോ ചോദിക്കുന്നു, ആ ഞാനൊന്ന് വഴങ്ങുകയാണ്. അദ്ദേഹം ശരി, ചോദിച്ചതിന് ശ്രീ ശേഷം ജയേന്ദ്രൻ ഞാൻ പറഞ്ഞോളൂ. അല്ല, അങ്ങയോടല്ല, പ്രിയപ്പെട്ട അനിലിനോടാണ് ചോദ്യം. അനിലൊന്ന് വഴങ്ങുമോ? പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സാർ ചോദിച്ചോളൂ, ഞാൻ പറയാം. അല്ല അല്ല, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്നലെ പിന്നെ ഈ വാവരെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചല്ലോ, അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതിൽ കേസ് അവിടുത്തെ വന്നിട്ടുണ്ടല്ലോ. അതെ, അല്ല, അത് വേറെ ഞാൻ അവർ പറഞ്ഞതിന്റെ കാര്യം കേസെടുത്തിട്ടുണ്ട്. ഒന്നറിയാൻ. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവരുടെ നിലപാട് നിലപാട് വളരെ ക്ലിയർ ആണ്. വാവർ എന്ന് പറയുന്ന ഒരാളില്ല, വാവർ എന്ന് പറയുന്ന ഒരാളെ ഇല്ല എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം പോലും വ്യക്തമായി മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. കേരളത്തിലെ വാവരെ എന്തെങ്കിലും ഒരു സന്യാസി ശ്രേഷ്ഠൻ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും അറിവും രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭ്യമായതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം ഒരു പ്രസ്താവന നടത്തിയത്. ഈ കേസ് കൊടുത്ത വ്യക്തികൾ ആദ്യമേ തെളിയിക്കട്ടെ ഈ കേരളത്തില് വാവർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം നമ്മുടെ പൗരാണിക കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മോഹിനിയുടെ പുത്രനായി ജയിച്ച അയ്യപ്പന്റെ സഹപാഠിയായിരുന്നു അല്ലെങ്കിൽ സുഹൃത്തായിരുന്നു എന്ന് ആദ്യമേ തെളിയിച്ചാൽ മാത്രമല്ലേ കേസ് നിൽക്കുകയുള്ളൂ. ഒരാള് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയുടെ താല്പര്യപ്രകാരം പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗമാണെന്ന വ്യാജേന അദ്ദേഹം അംഗമായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ അംഗമായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഏരിയ കമ്മിറ്റി അംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. എത്ര താല്പര്യമാണ് കേരളത്തിലെ പോലീസിന് ഒരു സന്യാസ ശ്രേഷ്ഠത്തിലെ കേസെടുക്കാൻ. ഞാൻ തന്നെ കേരളത്തില് ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴും ഗാന്ധിജിയെ കൊന്നത് മഹാത്മാഗാന്ധിയാണെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞപ്പോഴും കേരളത്തിലെ 2 പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരിട്ട് പോയി പോലീസിൽ കേസ് കൊടുത്തു. ഒരു ഒറ്റ FIR ഇടാൻ പോലും തയ്യാറാവാത്ത പോലീസ് എത്രമാത്രം സ്പീഡിലാണ് ഈ ഒരു CPM-ന്റെ നേതാവ് പോയി ഒരു സന്യാസി ശ്രേഷ്ഠനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ സേനാപതിയുടെ സമയം അപകരിച്ചാണ് അങ്ങോട്ട് ചോദിച്ചത്. എന്റെ മറുപടി കൃത്യമാണല്ലോ. ഇനി താങ്കൾക്ക് അതുകൊണ്ടാണ് താങ്കൾ ശരി, അത് മതസ്പർദ്ധ ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വാമി ശാന്താനന്ദ ഇല്ലേ, അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട്. ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ മഠാധിപതിയാണ്. ശരി, ശ്രീ സേനാപതി വേണു, ഉമ്മൻചാണ്ടിയുടെ സത്യവാങ്മൂലം ആണ് സുപ്രീം കോടതിയിൽ ഉള്ളത് എന്ന് പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതൊക്കെ NSS ജനറൽ സെക്രട്ടറി വിശ്വസിച്ചിരിക്കുകയാണ് എന്നേ അദ്ദേഹത്തിന് പ്രസ്താവന കാണുമ്പോൾ തോന്നുകയുള്ളൂ. പക്ഷെ അത്രമാത്രം എളുപ്പത്തിൽ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ആളുമല്ല. അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യവും ഉണ്ടാവും. അല്ല, ഇപ്പോ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഏറെ ആദരവ് കൊടുക്കുന്ന ഒരാളാണ് ജയചന്ദ്രൻ സാറ്. കാരണം ഇടതുപക്ഷ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടിലെ എന്താ പറഞ്ഞ അതിനെക്കുറിച്ച് വളരെ സുവ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പോലും ഇന്ന് നമ്മുടെ ഈ പാനലിനെ പ്രേക്ഷകരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഉമാ തോമസിന്റെ ചോദ്യം എന്ന രീതിയിൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഇവിടെ വളരെ കൃത്യമല്ലേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലെ നിലപാട്? അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഇപ്പം അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇനി ആചാര ലംഘനം ഉണ്ടാവില്ല എന്ന ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുന്നു, മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് ബഹുമാന്യായ ദേവസ്വം മന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ 100% സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ശ്രീ VM വാസുവിനോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറ, ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട് എന്ന്. അത് NSS ജനറൽ സെക്രട്ടറിയുടെ ചെവിയിൽ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ. കേരളത്തിലെ 3.5 കോടി പൊതുസമൂഹത്തോട്, അതിൽ അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, കേരളീയ സമൂഹത്തോട് ഇത് ഉച്ചൈസ്തരം അങ്ങ് വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ല, മറിച്ച് കഴിഞ്ഞ അധ്യായമാണ്. അത് എപ്പോ വേണമെങ്കിലും തുറക്കാമെന്നുള്ളതല്ലേ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ ഈ സംഗമം നടക്കുന്നതിന്റെ തലേദിവസത്തെ 19-ാം തീയതിയാണോ 18-ാം തീയതിയാണോ അദ്ദേഹത്തിന്റെ. പക്ഷേ ശ്രീ സേനാപതി വേണു, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്ക് നേർക്കുനേർ മറുപടി കൊടുക്കണം. കാരണം ന്യൂനപക്ഷ പ്രീണനമാണ് UDF-ഉം കോൺഗ്രസും നടത്തുന്നത് എന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി പറയുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തിരികെ ചോദിക്കണം. കാരണം യുവതീ പ്രവേശന വിഷയത്തിൽ NSS എടുത്ത നിലപാടിനൊപ്പമായിരുന്നു നിങ്ങളും നിന്നത്. നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷം നിങ്ങൾ സജീവമായി തന്നെ അവിടെ NSS-നൊപ്പം ഉണ്ടായിരുന്നു, NSS-ന്റെ നിലപാടിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നിങ്ങൾ NSS ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണം, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കോൺഗ്രസ് ന്യൂനപക്ഷ പീഡനം നടത്തുന്നു എന്ന് പറയുന്നത്? അങ്ങനെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ചോദ്യം ചോദിക്കുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അല്ല, ഇന്നിപ്പോ ഏതായാലും ഇന്നലെ വൈകിട്ടായിരിക്കുമല്ലോ ഇന്റർവ്യൂ കൊടുത്തത്. ഇന്നത്തെ പത്രത്തിലും മാധ്യമങ്ങളിലും ആണല്ലോ വന്നത്. നാളെയും മറ്റന്നാളും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം നിലപാട് വ്യക്തമാക്കും, ഗവൺമെന്റും ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അനിൽ ചോദിച്ച ഒരു കാര്യത്തിന് ഞാൻ കൗതുകകരമായ ഒരു മറുപടി ചോദിക്കുകയാണ്. അനിലെ,
ഈ വാവരെ വിശ്വസിക്കുന്നത് അവിടെ പോകുന്ന തീർത്ഥാടകരാണ്. ഞാനും വാവരുടെ അത് അവിടെ തൊഴുതിട്ട് പോന്നിട്ടുള്ള ആളാണ്. അപ്പം അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ, വാവരില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ സ്ഥാപിക്കാനായിട്ട് അത് കൃത്യമായിട്ടൊന്നും പറ്റത്തില്ല. ഇന്നലെ 22-ാം തീയതി നിങ്ങളുടെ സംഗമത്തിൽ 20-ാം തീയതി നടന്ന സംഗമം അല്ല ഞാൻ പറഞ്ഞിട്ടെ 20-ാം തീയതി നടന്ന സംഗമം കേൾക്കൂ അല്ല രണ്ടുപേരും പറഞ്ഞ ഒന്നും കേൾക്കില്ല, അതുകൊണ്ടാണ് വേണു പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് പറയാം. അതില് രണ്ടുപേരും കൂടെ പറഞ്ഞ ഒന്നും കേൾക്കില്ല. അല്ല അനിലെ ഞാൻ വഴങ്ങി തരാനില്ലേ. അല്ല ഞാൻ വാവരുടെ ഒരു പള്ളി താങ്കളുടെ പ്രദേശത്തിന് അടുത്താണല്ലോ, ഒന്ന് കാണിച്ചു തരാമോ വാവരുടെ പള്ളി? അല്ല ഞാൻ പറഞ്ഞത് അനിലെ വിശ്വാസത്തിന്റെ ഭാഗം അല്ല അനിലെ, നൈനാർ പള്ളി മാത്രമേ ഉള്ളൂ. ആ മുസ്ലിം പള്ളിയുടെ പേര് വാവർ പള്ളി എന്നല്ല, നൈനാർ പള്ളി. എവിടെയാണ്? അല്ല ഞാൻ പറഞ്ഞ വാവർ അല്ല, അയ്യപ്പനും വാവരും പ്ലീസ് അല്ലേ, അയ്യപ്പനും വാവരും എന്നൊരു സങ്കല്പം ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ നമ്മൾ കേൾക്കുന്നു. അയ്യപ്പനും വാവരും എന്നൊരു സങ്കല്പമല്ല. അയ്യപ്പൻ യാഥാർത്ഥ്യം, വാവർ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമോ? അയ്യപ്പനും വാവർ സാങ്കല്പികമൊന്നുമല്ല, അയ്യപ്പൻ യാഥാർത്ഥ്യമാണ്. താങ്കൾ ചുമ്മാതെ പറഞ്ഞിട്ട് പോകരുത്. വാവരാണ് സാങ്കല്പിക കഥാപാത്രം. ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി, നാടകത്തിന് വേണ്ടി കഥ എഴുതിയപ്പോൾ ഉണ്ടാക്കിയപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടി മാത്രമാണ് വാവർ എന്ന് പറയുന്നത്. 1940-കൾക്ക് മുമ്പൊന്നും വാവരെ പറ്റി വലിയ പ്രാധാന്യമൊന്നുമില്ല. ഏതോ ഒരു പഴയ ശാസ്താംപാട്ടിനകത്ത് ഒരാള് പ്രാസഭംഗി ഒപ്പിച്ച് എന്തോ എഴുതി വെച്ചെന്നുള്ള കാരണത്താല് വാവരൊന്നും ഉണ്ടായിട്ടില്ല. താങ്കൾ വെറുതെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ട. അയ്യപ്പനും വാവരും സാങ്കല്പികമാണ്. എന്റെ സമയമാണല്ലോ എന്റെ സമയമാണല്ലോ ഞാന് വാവരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു രേഖകളും എന്റെ കയ്യിലില്ല. ഞാൻ ചെറുപ്പം പറഞ്ഞുള്ളൂ. അങ്ങനെ ഇടപെടല്ലേ. ഞാന് ചെറുപ്പം മുതൽ അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗമായി അയ്യപ്പനും വാവരും എന്ന് കേൾക്കുന്നു. അത് വിശ്വാസികളെല്ലാം വിശ്വസിക്കും. അതിന് തെളിവുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ വിഷയത്തിലുള്ള ചോദ്യം എന്താ പറഞ്ഞ മഞ്ജുഷ് ഇവിടെ ചോദിച്ച ചോദ്യം, കോൺഗ്രസ് ഈ കാര്യത്തിലുള്ള ഇത് ചോദിക്കുമോ എന്ന് ശ്രീ സുകുമാരൻ നായർ. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അത് ഇപ്പൊ ഞങ്ങൾക്കിപ്പം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയോട് ചേർന്ന് നിന്നയാളാണ്, കോൺഗ്രസ് വിശ്വാസിയാണ്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് വിട്ടതായിട്ടൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത ഒരു ദിവസമോ ഇല്ലെങ്കിൽ പിന്നത്തെ ദിവസമോ ഈ കാര്യത്തെക്കുറിച്ച് ഇവർ രണ്ടു കൂട്ടരും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഈ കാര്യം വാസവൻ വഴി ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ, NSSന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അപ്പൊ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ പുന്നല ശ്രീകുമാറിനെ പോലുള്ള ആളുകളോടൊക്കെ ഈ കാര്യം പറയേണ്ടതായിട്ട് വരും. നമ്മൾ അല്ലാതെ ഈ അടവ് നയവും വെച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകും? ഇതിപ്പോൾ എല്ലാവരെയും പറ്റിക്കുന്നത് തുല്യമാണ്. അടവ് നയത്തിൽ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ കാര്യത്തിൽ നിലപാടുകൾ. കാരണം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഈ കഴിഞ്ഞ 20-ാം തീയതി നടന്ന സംഗമത്തിൽ പങ്കെടുത്ത നിരവധിയായ സാമുദായിക സംഘടനകളുണ്ട്. ആ സംഘടനാ നേതാക്കളോടൊക്കെ ഈ NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത ഉറപ്പാണ് ശരിയെങ്കിൽ അവരോടൊക്കെ മറിച്ച് വർത്തമാനം പറയാൻ. ജയേന്ദ്രൻ, അങ്ങനെയാണെങ്കിൽ KPMSന് പുന്നല ശ്രീകുമാറിന് കൊടുത്ത ഉറപ്പ് എന്തായിരിക്കും? മറിച്ചുള്ള ഉറപ്പായിരിക്കുമല്ലോ. അങ്ങനെ അടവ് നയവുമായിട്ട് എത്ര നാൾ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും? ഞാൻ അതിലേക്ക് ജയേന്ദ്ര സാർ പറയട്ടെ. മഞ്ജുഷ്, ഞാൻ അതിലേക്ക് വരുന്ന പെട്ടെന്ന് അനിലിനൊരു മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. അതാണ് ഈ പ്രശ്നം. പിന്നെ വാവര് തന്നെയാണ്. ഒന്ന് പെട്ടെന്ന് പറയാം. ഈ മഹായുഗങ്ങൾ 4ആയിട്ടാണല്ലോ അനിലും ഉൾപ്പെടെയുള്ള ഈ RSSഉം ആ സംവിധാനങ്ങളും അംഗീകരിക്കുന്നത്. അതില് ത്രേതായുഗത്തിലാണ് പാലാഴി മഥനം നടക്കുന്നത്. അനിലെ, ഈ പാലാഴി മഥനത്തിന് ശേഷമാണല്ലോ ഈ മഹാദേവനും മഹാവിഷ്ണുവുമായിട്ടുള്ള സംഗമത്തിലൂടെ മോഹിനി വേഷവും സംഗമവും നടന്ന് ഹരിഹരസുതൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഹരിഹരസുതന്റെ ആവിർഭാവമാണ് ത്രേതായുഗം ആണല്ലോ. ത്രേതായുഗം കഴിഞ്ഞ് എത്ര യുഗം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഈ പിന്നെ ഇങ്ങോട്ട് വരുന്നതെന്നറിയുമോ? ഈ പന്തള രാജവംശം വരുന്നത് അത് 11-ാം നൂറ്റാണ്ടിലാണ്. 1000 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ രാജവംശം. 1000-1200 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതൊരു കാര്യം. എത്ര വർഷമുണ്ട്, മനുഷ്യവർഷങ്ങൾ എത്രയാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക. ആ കണക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ ദ്വാപരയുഗം 8,64,000 വർഷമാണ്. അത് കഴിഞ്ഞ് കലിയുഗം ഇപ്പം വരുന്ന 4,32,000 വർഷം. അപ്പൊ ഈ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞാണ് കലിയുഗം. കലിയുഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അയ്യപ്പന്റെ
അപ്പൊ വാപൂരൻ എന്ന് പറഞ്ഞ ഒരാള് മഹാദേവന്റെ ഭൂതഗണങ്ങൾ ഉള്ളതായിട്ട് ശ്രീ ഭൂതപാദോപാഖ്യാനത്തിൽ ഉണ്ടെന്നേ. അതുകൊണ്ട് സമ്മതിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ പറയട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ എന്താ കേട്ടത്? ആ ഏത് പുരിയാണെങ്കിലും താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടു നിശബ്ദമായി. താങ്കളുടെ നിലപാട് എന്താണ് ശിവപൂരനാണ്. വാപുരനുണ്ട്. താങ്കൾ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ലല്ലോ, അതെന്ത് മര്യാദയാണെങ്കില് താങ്കൾ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല. അപ്പം പിന്നെ ഞാൻ പറയുമ്പോ താങ്കൾ നിശബ്ദമായിട്ട് കേട്ടിട്ട് പറയൂ. അത് നമ്മുടെ നമ്മൾ സംസാരിക്കുന്നതിന് പരസ്പരം അന്തസ്സ് വേണം. നമ്മുടെ ചർച്ചാ വിഷയം അതല്ലല്ലോ. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട ശ്രീ. അല്ലല്ല ഇവിടെ അല്ല, ഈ വാവർ വിഷയത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല ശ്രീ എം ജയചന്ദ്രൻ, വാവർ വിഷയത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പന്തളത്തെ സംഗമത്തിൽ വാവർ ഒരു അക്രമകാരിയായ മുസ്ലിമാണെന്ന് എന്ന രീതിയിലുള്ള പ്രതിപാദ്യം വന്നു. അതിനെതിരെയാണ് പരാതി കോൺഗ്രസ് നൽകിയത്, അനൂപ് വി ആർ നൽകിയത്. അതിലാണ് കേസ് വന്നിരിക്കുന്നത് സ്വാമിക്കെതിരെ. മഞ്ജുഷ തിരുനെൽവേലിയാണ് ഇപ്പോഴത്തെ പന്തളം രാജവംശത്തിന്റെ മൂലസ്ഥാനം. ഈ ചരിത്രം അതിങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ പാണ്ഡ്യനാട്ടിൽ നിന്ന് ഈ രാജാവിന്റെ കൂടെ വരുന്നതാണ്. അദ്ദേഹത്തിന് തന്നെ എത്രയോ അനുസ്മരണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വർഗീയത ഉണ്ടാക്കണം. ആ വർഗീയതയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇന്നലെ ഇങ്ങനെ ഒരു സ്വാമിയെ കൊണ്ട് പറയിപ്പിച്ചത്. ചിദാനന്ദ ഗുരു പറഞ്ഞു തെറ്റായി ഉദ്ധരിക്കുക. അത് നടക്കില്ല. കേരളത്തിൽ പറ്റില്ല, ഇത്രയും നുണകൾ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, വാസവനാണ്. പറഞ്ഞു പോക്കോളൂ. ഞാനും പറയാം, നിങ്ങളും പറയുന്നേ. അത് നിങ്ങളെന്താ നമുക്ക് നാളെ എടുക്കാം ആ ചർച്ച. ആ ചർച്ച വിശദമായിട്ട് നാളെ എടുക്കാം. കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ. വാവര് ചർച്ച നാളത്തേക്ക് മാറ്റാം. അല്ല ഒരു സെക്കൻഡ് ശ്രീ ജയചന്ദ്രൻ, നിങ്ങൾ ഈ അടവ് നയം വെച്ചുകൊണ്ടിരിക്കാതെ അത് തുറന്നു പറയൂ എന്താണ് നിലപാടെന്ന്. അത് പറയുന്നില്ലെന്നാണ്. ഇത് അടവ് നയമായി കണക്കാക്കേണ്ടി വരും. ജയചന്ദ്രൻ മറുപടി പറയാൻ ഒളിച്ചോടില്ല. സേനാപതി അറിയാം, മഞ്ജുഷിനും അറിയാം. താങ്കൾക്ക് അറിയാത്തതുള്ളൂ. ഒരു ചർച്ചയിലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക തന്നെ. ഏത് കാര്യവും ഗണമാണ് ബാബറിന് താങ്കൾ സമ്മതിച്ചത് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബാബറി വിഷയം പിന്നെ എടുക്കാം. ബാബറിനെയാണ് അല്ലാതെ ഇല്ലാത്ത വാവരെ അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. വാവരുണ്ടെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. വാവരുണ്ടെന്ന് ആവർത്തിച്ച് പറയും, തെളിയിക്കാനും കഴിയും അനായാസം. പിന്നെ താഴ്മൺമഠത്തിലെ കൃഷ്ണൻ തന്ത്രിയുടെ 1080 അടവ് നയം മാറ്റി അടവ് നയം മാറ്റി സുതാര്യമായ രീതിയിൽ പ്രഖ്യാപനം നടത്തൂ. അതിലേക്ക് വരൂ. ഇതിന്റെ അടവ് നയം ഇല്ല. അതാണ് ഇപ്പൊ സുമാരനാരെ പറ്റി എത്രയൊക്കെ മോശപ്പെട്ട പരാമർശങ്ങളാണ് ഇവിടെ നടത്തിയത് പാനലിസ്റ്റുകളിൽ. ഞാൻ പേരൊന്നും പറയുന്നില്ല. സുമാരൻ നായര് വളരെ ഈ സൂക്ഷ്മതക്കായ ഒരു സമുദായ നേതാവ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നാമജപത്തെ തെറിയഭിഷേകം എന്ന് പറഞ്ഞത് ആരാണ്? അത് ഈ പാനലിസ്റ്റുകളല്ലല്ലോ. അല്ല, ആ കാര്യത്തിലൊക്കെ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് മഞ്ജുഷേ? CPIM-ന്റെ പിന്നെ 2019 പാർട്ടി കത്തുകൾ തന്നെ ആ തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. 2019 താങ്കൾക്കും ഉണ്ടല്ലോ ഈ CPM. വേറെ പേര് ഞാൻ പറഞ്ഞേക്കാം, VV അരുൺ, അവിടുത്തെ സീനിയർ അല്ലേ, അരുണിനോട് പറയാ പാർട്ടി കത്തൊന്ന് സംഘടിപ്പിക്കാൻ. അതിലുണ്ട്. 2019 ലോക്സഭാ തോൽവിയിലൂടെ, ലോക്സഭയിൽ 19-1 തോൽവിയിലൂടെ പാഠം പഠിച്ചു. അതിനുശേഷം തിരുത്തൽ വരുത്തി. ഈ തോറ്റതിനൊരു പ്രധാന കാരണമായിട്ട് കണ്ടെത്തിയതും ഇതാണല്ലോ, വിലയിരുത്തൽ നടത്തിയതും ഇത് തന്നെയാണല്ലോ ശബരിമലയിലെ നിലപാടായിരുന്നുവെന്ന്. അതിനുശേഷം നടത്തി, പക്ഷേ തുറന്നു പറയുന്നില്ലെന്നേ. കേൾക്കൂ അല്ലെന്ന് 2019 ഫെബ്രുവരിയിലെ പാർട്ടി കത്ത് CPIM-ന്റെ അരുണിൽ ഉണ്ടാവും. അത് നോക്കിയാൽ മതി. എന്താണ് അവരുടെ കൺഫെഷൻ അക്കാര്യത്തിലുള്ളത്? സെൽഫ് ക്രിറ്റിസിസമാണ് കൺഫെഷനായിട്ട് വരുന്നത്. ആത്മവിമർശനം, സ്വയംവിമർശനമാണ് സെൽഫ് ക്രിറ്റിസിസമായിട്ട് വരുന്നത്. ആ രേഖയിലുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പൊ അവിടെ മുതൽ ആ തിരുത്തൽ അവർ തുടങ്ങുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിനുശേഷം മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുകയാണ് 9 അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. വിധി വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സമുദായ നേതാക്കൾ അടക്കമുള്ളവരോട് തീരുമാനിച്ച് മാത്രമേ ഏത് വിവാദ പ്രശ്നത്തിനും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് പരസ്യമായിട്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയല്ലേ അത്. എന്നിട്ടും ചോദിക്കാൻ എന്താണ് നിങ്ങളുടെ നിലപാട്? ഈ നിലപാടൊക്കെ പരസ്യമായിട്ടുണ്ട്. അത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് പൊതുസമൂഹത്തിന് പരസ്യമായ നിലപാടില്ല. ഒരു സംശയം ജയചന്ദ്രൻ സാറോട് ചോദിച്ചോട്ടെ. യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണോ അടഞ്ഞ അധ്യായമാണോ? അടഞ്ഞ അധ്യായമാണ്.
ഈ നിലപാട് അങ്ങയുടെ സംസ്ഥാന സെക്രട്ടറി പറയാത്തത് എന്തിനാണ് തിരുത്തിയത്? കോടിയേരി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോടിയേരി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇല്ല, കടകംപള്ളി പമ്പയിലേക്ക് പറഞ്ഞല്ലോ. കടകംപള്ളി അങ്ങയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ ശ്രീ പിണറായി വിജയന്റെ നിലപാട് എന്താണ്? സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാട് എന്താണ്? അദ്ദേഹം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന് ശേഷം പിറ്റേന്നത് തിരുത്തി പറഞ്ഞു കഴിഞ്ഞ അധ്യായം എന്ന്. ഇതൊന്നും തിരുത്തേണ്ട കാര്യമില്ലെന്നേ. ഇത് അതുകൊണ്ടാണ് ഞാൻ പറയാം. തിരുത്തുകല്ലെന്നേ ഞാൻ പറഞ്ഞില്ല. പിന്നെ കടകംപള്ളി പമ്പയിൽ വന്ന് പറഞ്ഞത് അത് തന്നെയാണ്. കടകംപള്ളി എം വി ഗോവിന്ദൻ പറയാൻ പറയൂ. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശരി അല്ല കേരളത്തിൽ പോയി തൊഴുതതിന് പാർട്ടിയുടെ നടപടിക്ക് വിധേയനായ ആളാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാട് എന്താണ്? കടകംപള്ളി സുരേന്ദ്രന്റെ അല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്താണ്? സിപിഎമ്മിന്റെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴല്ലെന്ന് 2019 തന്നെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ പിന്നെ എന്തിനാണ് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്? ശ്രീ എം ജയചന്ദ്രൻ പിന്നെ എം വി ഗോവിന്ദൻ കഴിഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചെമ്പഴന്തിയിലെ പ്രസംഗത്തിൽ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചെമ്പഴന്തിയിലെ പ്രസംഗത്തിൽ അടഞ്ഞ അധ്യായമല്ല കഴിഞ്ഞ അധ്യായമാണ് എന്ന് തിരുത്തിയത് എന്തിന്? യുവതീ പ്രവേശനത്തിൽ എന്താ നിലപാട് അന്ന് പറയൂ. ആ നിലപാട് ശ്രീ പുനരശ്രീകുമാരോട് പറയൂ, ശ്രീ വെള്ളാപ്പള്ളി ഗണേശനോട് പറയൂ, സുകുമാരൻ നായരോട് പറയൂ, സിദ്ധനാഥ സഭയോട് പറയൂ, സാംബോ സഭയോട് പറയൂ, എല്ലാ ഹൈന്ദവ സംഘടനകളോട് പറയൂ. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ജിതിനെ 2019 തന്നെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് അറിയാമല്ലോ സർക്കാർ. അല്ലെങ്കിൽ ജിതിന് അതല്ലെങ്കിൽ പിന്നെയും യുവതീ പ്രവേശനം സാധ്യമായിരുന്നു, അത് നടത്തിയില്ലല്ലോ. ഒരു മിനിറ്റ് മഞ്ജുഷ, ഇവരുടെ പ്രശ്നം അറിയാമോ? എന്ത് ചെയ്തിട്ടായാലും, ആരുടെ കാല് പിടിച്ചിട്ടായാലും, പ്രീണിപ്പിച്ചിട്ടായാലും എങ്ങനെയും മൂന്നാമത് അധികാരത്തിൽ വരണം. അധികാര രാഷ്ട്രീയം ഇല്ലാത്തതിനെ പറ്റി 2 ടേം ഭരണം കിട്ടിയതിനു ശേഷം CPM നേതൃത്വം ചിന്തിക്കാനേ സാധിക്കുന്നില്ല. പിണറായി വിജയന് ക്ലിഫ് ഹൗസ് വിട്ടൊഴിയാൻ വയ്യ. അതേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. ജിതിൻ, താങ്കൾ പറഞ്ഞ മറുപടി പറയാൻ ഒരു നിമിഷം പറയൂ സാർ. അപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞത് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതും കഴിഞ്ഞ അധ്യായം എന്ന് പറയുന്നതാണ് 2 പ്രശ്നമായിട്ട് താങ്കൾ കാണിക്കുന്നത്. ഈ കഴിഞ്ഞ അധ്യായം എന്ന് പറയുമ്പം പാസ്റ്റ് ഇഷ്യൂ, പാസ്റ്റ് ചാപ്റ്റർ എന്നും മറ്റേതെന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുമാണ്. ക്ലോസ്ഡ് ചാപ്റ്റർ ആവാൻ കഴിയില്ല അത്, കാരണം വിശാല ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല. പാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, അത് കഴിഞ്ഞ അധ്യായം തന്നെയാണ്. ഇതാണ് ആ കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ അധ്യായം നിങ്ങൾ പഠിച്ച് യുവതികളെ പ്രവേശിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞ ആ അധ്യായമുള്ള ബുക്ക് കീറിക്കളയാൻ തയ്യാറാണെന്ന് പൊതുസമൂഹത്തോടെ പറയൂ. എന്നിട്ട് നിങ്ങൾ കോടതി പറഞ്ഞാൽ മതി. പൊതുസമൂഹത്തിന് മുമ്പിൽ പറയൂ, യുവതീ പ്രവേശന നിലപാട് CPM എടുത്ത നിലപാട് അല്ലെങ്കിൽ കേരള പിണറായി സർക്കാർ എടുത്ത നിലപാട് തെറ്റായിപ്പോയി. ആ തെറ്റിൽ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഇത് പറഞ്ഞാൽ ഈ അയ്യപ്പ വിശ്വാസികൾക്ക് സമാധാനമല്ലേ? നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ, അതാണ് പ്രശ്നം. നിങ്ങൾ അതൊക്കെ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് താങ്കൾക്കും പറയാം, BJPക്കും പറയാം, സേനാപതിക്കും പറയാം. അത്രേ ഉള്ളൂ. താല്പര്യമുണ്ട് എഴുതിയേക്കുന്നത്, അത് ശരിയാണ്. ഞാൻ ജയചന്ദ്രൻ സാറിനെ കൂടുതൽ കുഴപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേ കുഴപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടുതൽ അങ്ങേക്ക് ഇത് പറയാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ അതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി ഉള്ള വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് താങ്കൾക്കെങ്കിലും അറിയുമോ? ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് 2019 മുതൽ തന്നെ നിലപാട് മാറ്റിയിട്ടുണ്ട്. അതാണ് ജിതിൻ ക്ലാരിറ്റി എന്നുള്ളത്. അത് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറിയും പറയുന്നത്. തെറ്റ് തിരുത്തിയല്ലോ എന്നുള്ളതാണ്. മഞ്ജുഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇവരുടെ പ്രശ്നം ഇതാണ്. ഇവർക്ക് അധികാര രാഷ്ട്രീയം വിട്ടൊഴിയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. അതിനിവർ എന്തും ചെയ്യും. അതിനിപ്പോ നാളെ ഏത് തീവ്രവാദ ശക്തിയുടെയും അടുക്കളപ്പുറങ്ങിൽ പോകാൻ ഇവർ തയ്യാറാകും. അവരാരോട് ഒത്തുതീർപ്പിന് തയ്യാറാകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം. നോക്കൂ, ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് ഇവർക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം സമീപിക്കേണ്ടത് ആരെയാണ്? ഇവർ തന്നെ അവകാശപ്പെടുക അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് പോലുള്ള ഹിന്ദു